ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ AI ഹബിന്റെ ഒരു ഫ്രീ സെഷനിലേക്ക് എത്തിപ്പെട്ട എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്? ഫോർഗീവ്നെസ് അല്ലേ? നമുക്ക് ഫോർഗീവ്നെസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മള് ഒരു സോഷ്യൽ ആനിമൽസ് ആണല്ലേ മനുഷ്യര്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഇങ്ങോട്ട് എടുക്കുന്ന ഇമോഷൻസ് നമ്മൾ കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, നമ്മൾ സ്വന്തത്തിന് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് ഇമോഷൻസിന്റെ ഒരു കലവറയാണ് നാം എല്ലാവരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉള്ളിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് ഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ല, എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി, എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടോ? എല്ലാവർക്കും എന്ത് ചെയ്യണം? നമ്മളെ റിയൽ ലൈഫ്, നമ്മൾ ആരാണ് അല്ലെ, ഞാൻ ആരാണ്, പോവാമൻ, നമുക്ക് നമ്മളുടെ കഴിവുകളും നമുക്ക് എല്ലാത്തിനും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ വേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇത് പുറന്തള്ളിയാലേ നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മളാവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ചിലർ പറയുന്നത് കാണാം, എനിക്കതിന് സാധിക്കുന്നില്ല, അവരെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് വീണ്ടും അത് കയറി വരികയാണ് എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് അല്ലെ. അത് ശരിക്കും അവിടെ ഫോർഗീവ്നെസ് ആയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ വീണ്ടും വീണ്ടും അവരെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നതാണ് അർത്ഥം വെക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം ഫോർഗീവ്നെസ്സിനെ ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മളെ ഖുറാനിലും പല മതസ്ഥരിലും പല ഇതിലും പറയുന്നുണ്ട് ഫോർഗീവ്നെസ് അത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ്, ഈ രണ്ട് കാര്യം നമ്മളെ ലൈഫിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതം സക്സസ് ആണ്. നമ്മളെ ഇമോഷൻസ് കാരണമാണ് നമ്മൾ പല അസുഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നത്. അതാരും അറിയുന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അതിന് ഈ ഒരു ടാസ്കുകളായിട്ട് കൊണ്ടുപോവാന് എല്ലാവർക്കും ചിലതൊക്കെ മടിയാണ് അല്ലെ. ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ആക്കാന് അവിടെ അങ്ങനെ കിടക്കും. നമ്മൾ ഒരു അപ്പത്തെ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകും, മെഡിസിൻ കഴിക്കും. പക്ഷെ അത് അവിടുന്ന് റിമൂവ് ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് കുറച്ച് ദിവസത്തിന് നമുക്കൊരു സുഖം തോന്നും. പക്ഷെ അതിന്റെ മെമ്മറീസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. അതിന് വേരോടെ നമ്മൾ പിഴുതെറിയണം. എന്നാലേ നമുക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് സുഖവും സന്തോഷവും സമ്പത്തും എല്ലാം ആസ്വദിക്കാനായിട്ടും അവർക്ക് നമ്മളിലേക്ക് വരാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ AI ഹീലിംഗ് ഹബിന്റെ കോർഡിനേറ്ററും മെന്ററുമായിട്ടുള്ള അസീം ആമിനും ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓവർ ടു യു അസീം. Thank you so much, Nisira ma'am. Thank you. Good morning. Assalamu alaikum, all of you. എല്ലാവരും നോമ്പിന്റെ തിരക്കിലും എല്ലാവരും ഇന്നത്തെ ദിവസം ഇവിടെ ജോയിൻ ചെയ്തതിന് ആദ്യം തന്നെ ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും താങ്ക് യു പറയുകയാണ്. കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഇങ്ങനെ വരുന്നതായിരുന്നു. അപ്പോ എല്ലാ തിരക്കുകളിലും കൂടെ എങ്ങനെ അങ്ങ് വിട്ടുപോയതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഫോർഗീവ്നെസ് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണല്ലേ. എനിക്ക് എന്നെ കൊണ്ടൊരു ടാസ്ക് ചെയ്യിക്കാനുണ്ട്. ഫോർഗീവ്നെസ് എല്ലാവർക്കും മതി, നിർബന്ധമുള്ള കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് ഫോർഗീവ്നെസ് ചെയ്യേണ്ടത്? അങ്ങനെ നമ്മൾ ഫോർഗീവ്നെസ് ചെയ്തിട്ട് നമുക്കാണോ നേട്ടം, മറ്റുള്ളവർക്കാണോ നേട്ടം ഉണ്ടാവുക? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണം. എന്താണ് നാം പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ, എന്താണ് നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുമെന്ന് കേൾക്കാറുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കേൾക്കൊന്നുമല്ലല്ലോ. അപ്പൊ അതിലെന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുന്നു, അതിലെന്താണ് അർത്ഥമാക്കുന്നത്?
അതിൽ നമ്മുടെ ഫൊർഗീവ്നെസിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്, ആ ഒരു വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. അതിലൂടെ എന്തായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക? ആരും ഇല്ല ഇവിടെ? ബാജി ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ടെൻറ്റാ, ഒന്നും രണ്ട് ദിവസങ്ങളിലൊക്കെ നിങ്ങള് ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്റെ വെബിനാറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, മ്യൂട്ട് ആണോ ഇല്ലയോ എന്നത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവിടെ നിന്ന് വിട്ടു പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് മ്യൂട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ എന്താണ്, നമ്മളൊരു ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ സാധാരണ എല്ലാവരും തിരക്കുള്ളവർ എന്താ ചെയ്യാം, അതെല്ലാം ഓണാക്കി അവിടെ വെച്ചിട്ട് വീഡിയോ ഓഫാക്കി വെച്ചിട്ട് എന്താ പറയണതെന്ന് മാത്രം അങ്ങ് നമുക്ക് കേട്ടിട്ട് പോവാന്ന് വിചാരിക്കും. അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് ഫൊർഗീവ്നെസിന്റെ അതിൻ്റെതായ രീതിയിൽ എത്താൻ സാധിക്കുമോ? എന്താണ് വീഡിയോ ഓൺ ആക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇത്രയും പേര് ജോയിൻ ആയതിൽ. അതില് എല്ലാവരും ഒന്ന് വീഡിയോ മോഡലും കൂടെ വന്നു കഴിഞ്ഞാൽ റാഹത്താണ് എന്നുള്ളതാണ്. അപ്പോ എന്ത് ചെയ്യാ, സെൽഫിനോട് ഇഷ്ടമുള്ളവരെല്ലാരും എന്ത് ചെയ്യണം, വീഡിയോ ഓൺ ആക്കി വരണം. സെൽഫിനോട് ഇഷ്ടമുള്ളവർക്കാണ് സെൽഫിനോട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാനും പറ്റുക എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം ഇഷ്ടം നമ്മളോടുണ്ട്, സെൽഫിനോട് ഇഷ്ടമുണ്ട് എന്നൊന്ന് ആലോചിച്ചിട്ട്, ആദ്യം വീഡിയോ മോഡിൽ വന്നവരെല്ലാരും സെൽഫ് ലവ് ഉള്ളവരാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്. ആരും പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യാണ്ട് വീഡിയോ മോഡിൽ വന്നവരെല്ലാം സെൽഫിനോട് അത്രത്തോളം ഇഷ്ടമുണ്ട്. കാരണം എന്താ വെച്ചാൽ, എനിക്ക് എന്നെ ഈ വീഡിയോയിൽ കാണുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ക്യാമറയിൽ കാണുന്നത് കൊണ്ട് എന്നോട് ഇഷ്ടം കൂടുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് കേൾക്കാനും അത് പഠിക്കാനും അതിൽ നിന്ന് കിട്ടുന്നത് ജീവിതത്തിലേക്ക് പകർത്താനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്ന എന്ന ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഉള്ളിൽ ഇരുന്ന് പറയുന്നുണ്ട്, ഒന്ന് വീഡിയോയിലൊക്കെ ഇരിക്കും, എല്ലാരും ഒന്ന് കാണൂ എന്നൊക്കെ. അല്ലാണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്, പല പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെയാണ്. പക്ഷേ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ തേടി തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം, വീഡിയോ മോഡിൽ ഇരുന്ന് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം എന്താണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോട് കൂടി ആ ക്ലാസ്സിൽ ഇരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ, കുട്ടികൾക്ക് എങ്ങനെയാണ്, അവർക്ക് ഇനി എന്താണ് കിട്ടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിയ്ക്കുന്ന അത്രയും സമയം എന്ത് ചെയ്യും, ക്യൂരിയോസിറ്റിയോട് കൂടി ഇരിക്കും എന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മളെല്ലാവരും കുട്ടികൾ തന്നെയാണ്, അല്ലാന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയില്ലേ? ആ കുട്ടികൾക്കല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഇച്ചി നേരം മിണ്ടാതിരുന്നിട്ട് പിന്നെയും ചിരിച്ചോണ്ട് വന്ന് നമ്മളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. വലിയവരാണെങ്കിൽ എന്താ ചെയ്യുന്നത്, മുതിർന്നവരെന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ചീത്തയോ വഴക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തീർന്നു, കരണ്ട് പോയതുപോലെയാണ്. ആ മുഖത്ത് നോക്കിയാൽ അറിയാൻ കഴിയും എന്താണ് ഇന്നത്തെ കാര്യം എന്നുള്ളത്. ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ആദ്യം നമ്മൾ ഫൊർഗീവ്നെസിന്റെ പാഠം പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു കുട്ടിയായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടിയായിട്ട് മാറാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളിലെ കുഞ്ഞിനെ ഒന്ന് ഉണർത്തിയാൽ മാത്രം മതി. നമ്മളിലെ കുഞ്ഞിനെ ഉണർത്തണമെങ്കിൽ എന്താണ്, ഇനിയിപ്പോ കുട്ടിക്കാലത്തിലേക്കൊക്കെ പോകാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ടോ, എന്തായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പറയാ, എനിക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ, ഉണ്ടാവും. ആ ഒരു ചിന്തയോട് കൂടി ഒന്ന് ഇരുന്ന് നോക്കിക്കേ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടമ്മയാണ്, ജോലിയുണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട്, അതെല്ലാം തലയിൽ പേർക്കൊണ്ട് ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഈ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങളും നമുക്ക് റെഡിയാവില്ല. പിന്നെന്താണ്, ഉള്ളതും ശരിയാവത്തില്ല, കേൾക്കുന്നതും ശരിയാവത്തില്ല എന്ന രീതിയിൽ വരും. അപ്പൊ ഇതിൽ ഏത് വേണമെന്ന് ഒന്ന് തീരുമാനിച്ചിട്ട് വേഗം ആ ഒരു തീരുമാനത്തിലൂടെ ക്ലാസ്സിലേക്ക് ഒന്ന് സെറ്റ് ആയിക്കേ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരുപാട് പേര് വീഡിയോയിൽ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ബാക്കിയുള്ളവരും ഒന്ന് അവരവരെ തിരിച്ചറിഞ്ഞ് ആ ഒരു വീഡിയോ മോഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു, നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുന്നു. ഈ ഒരു തത്വത്തെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കൂ. ഈ പറഞ്ഞ രീതിയിൽ
കുട്ടികൾക്ക് കിട്ടുന്നത് ആ ക്ഷണം ഒന്ന് സ്വീകരിച്ചിട്ട് പിന്നെ വിട്ട് കളഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ ഇരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ആ വിത്തിനെ നമ്മുടെ ഉള്ളിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും വീണ്ടും വളർത്തി 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 എടുത്ത് ഒരു ചെറിയൊരു ദേഷ്യമാവട്ടെ, ഒരു സങ്കടമാവട്ടെ, പിന്നെ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? അതിന്റെ കൂടെ മേമ്പൊടി എല്ലാം ചേർത്ത് അതങ്ങനെ ചിന്തിച്ച് 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 അതിനെ വലിയൊരു മരമാക്കും. വലിയൊരു മരമാക്കി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അത് വെട്ടണമെങ്കിൽ ചുവടെ വെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? ശിഖരങ്ങൾ വെട്ടിമുറിച്ച് പിന്നെ അതിന്റെ തടി വെട്ടി പിന്നെ അതിന്റെ വേരിലേക്ക് പോവേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിലാണോ മാറ്റം വരുത്തേണ്ടത്, അതോ നമ്മുടെ ഈ സമൂഹത്തിലാണോ മാറ്റം വരുത്തേണ്ടത്, അതോ നമ്മുടെ ചുറ്റുപാടുകളിലാണോ മാറ്റം വരുത്തേണ്ടത്, അതോ നമ്മുടെ പ്രകൃതിയിലാണോ മാറ്റം വരുത്തേണ്ടത്? അതിലേറെ നമ്മൾ സൃഷ്ടിച്ച റബ്ബിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? പരാതിപ്പെടുകയാണോ ചെയ്യുന്നത്? ഇതിലേതാണ് നമ്മളിലേക്ക് നമ്മൾ എടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഉള്ളിലെ വിത്ത് എന്താണെന്ന്, നമ്മൾ വിതച്ചിട്ടുള്ള വിത്ത് എന്താണെന്ന് ഒരു നിമിഷം ഒന്ന് ഓർത്തെടുത്ത ബുക്കിലൊന്ന് എഴുതി വെച്ചേ. ഞാൻ എന്നെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്? ഒന്ന് എഴുതി വെക്കുക. എന്നെക്കുറിച്ചുള്ള എന്തൊക്കെ ചിന്തകളാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്? അത് ദേഷ്യമാണോ, അത് സങ്കടമാണോ, ഇല്ലായ്മയാണോ, പോരായ്മയാണോ, അതിലേറെ സ്നേഹമാണോ എന്നത് മാത്രം ഒന്ന് തിരിച്ചറിയുക. ഇത് എന്താണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒന്ന് വേഗം എഴുതിക്കോ. അപ്പൊ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് തോന്നുന്നു? സന്തോഷാണോ തോന്നുന്നത് സ്വന്തത്തെ കുറിച്ച് ആലോചിക്കുമ്പോ? അതോ എന്തെങ്കിലും സങ്കടങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ടോ? എന്തെങ്കിലും സാരമില്ല, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളോടൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ മാത്രം മതി. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ ഇതൊക്കെ പേർക്കൊണ്ടാണോ നടന്നിരുന്നേ? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അലേർട്ട് ആവുക. നമ്മുടെ ചിന്തകളിലൂടെ നമ്മളൊന്ന് അലേർട്ട് ആവുക. ആ ചിന്തകളിലൂടെയാണ് നമ്മൾ കൂടുതൽ ഫോർഗീവ്നെസ്സിനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ നിസ്സാരം എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അത് ഒരിക്കൽ മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിനെ നമ്മൾ 1000 ആവർത്തി നമ്മുടെ ഉള്ളിൽ സംഭവിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ചിന്തകളല്ലേ. ആ ചിന്തകൾ വർക്ക് ചെയ്യുന്തോറും ആ പ്രവൃത്തി 1000 വട്ടം നമ്മുടെ ഉള്ളിൽ നടക്കുകയും അതിനെല്ലാം നമ്മൾ ഇങ്ങനെ പേറിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ആ ചിന്തകൾ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും അടിഞ്ഞുകൂടുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ നിമിഷവും ആ സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ, അത് എന്തായിക്കോട്ടെ, അതിനെ നമ്മൾ വീണ്ടും വീണ്ടും പുനർജീവിപ്പിക്കുന്നുണ്ട്. ആ പുനർജീവിപ്പിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? നമ്മൾ ഒരു മുറിവ് ഉണങ്ങാൻ മരുന്ന് വെച്ച് കെട്ടിയതിന് ശേഷം വീണ്ടും വീണ്ടും ആ മരുന്ന് ഇങ്ങനെ, ആ ഒരു സാധനം ഇങ്ങനെ അഴിച്ചെടുത്ത് ഇങ്ങനെ നോണ്ടി 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 നോക്കുന്നത് പോലെയാണ്. അങ്ങനെ നോണ്ടി നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ മുറിവ് ഉണങ്ങുന്നുണ്ടോ? അത് വീണ്ടും അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടി 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 അത് വലിയൊരു മുറിവായിട്ട് മാറുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചിന്തകളും. അത് മറ്റുള്ളവരെ കുറിച്ചുള്ളതാവട്ടെ നമ്മളെ കുറിച്ചുള്ളതാവട്ടെ, നമ്മൾ ചിന്തിച്ച് അതിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് അതിനെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ വേദനയിലൂടെ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ആ ഓരോ ഓർമ്മകൾ എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു വേദന അത് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും എത്തിപ്പെടുകയും ആ കോശങ്ങളിൽ അത് മുറിവായിട്ട് കിടക്കുകയും പിന്നീട് നമുക്ക് പല തരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾക്ക് രോഗാവസ്ഥയിൽ തന്നെ തുടരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ?
ആഗ്രഹിക്കുന്നുണ്ടോ? രോഗാവസ്ഥയിൽ തുടരണം, ഹോസ്പിറ്റലിൽ പോകണം, നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന ക്യാഷ് എല്ലാം മെഡിക്കലിനായിട്ട് ഉപയോഗിക്കണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, നല്ല ബന്ധങ്ങളോടെ, സമ്പത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നും മതിയെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അങ്ങനെയുള്ളവരുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഒന്നും മതിയെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? യെസ്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്ക് എന്തൊരു കാര്യം കടക്കണമെങ്കിലും നമ്മൾ അവിടെ ഒരു അനുവാദം കൊടുക്കണം. അപ്പോ ഒരാളെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അനുവാദം കൊടുക്കുന്നില്ലേ ആളെ കുറിച്ച് ചിന്തിക്കാനും, അതിനെക്കുറിച്ച് നല്ലതാണേലും മോശമാണേലും ചിന്തിച്ച് വേദനിക്കാനും സന്തോഷിക്കാനും ഒക്കെ നമ്മളല്ലേ അവസരം കൊടുക്കുന്നേ? അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് വേണ്ട എന്ന് വെക്കുന്ന കാര്യം വേണ്ടാന്ന് വെക്കാൻ തന്നെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയുക, നമ്മള് അനുവാദം കൊടുത്താൽ മാത്രമേ ഒരു കാര്യം നമ്മളിലേക്ക് എത്തുകയും നമ്മളിൽ നിന്നും പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാലും നമ്മൾ അനുവാദം കൊടുക്കണം. അപ്പൊ പലപ്പോഴും ഫൊർഗീവ്നെസ് കംപ്ലീറ്റഡ് ആവാത്തതിന്റെ കാരണം എന്തായിരിക്കും? നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ ഉള്ളില്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, പക്ഷെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഉണ്ടാവണത്? ചില സമയം ഇങ്ങനെ വേദനകളായിരിക്കും വരിക. അത് ഓർക്കുമ്പോൾ ഒരു നീറ്റലായിരിക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ആ നീറ്റൽ ശരീരം മുഴുവൻ വ്യാപിക്കുകയോ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവുകയും ചെയ്യാറുണ്ട്. എന്നാൽ പോലും ആ ഒരു സംഭവത്തെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ വിട്ടുകൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈവൻ നമ്മുടെ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കിയാൽ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഒരു ഫീലിങ്സ് എന്തായിരിക്കും? ആ മഴയെ ഇഷ്ടപ്പെടാറില്ലേ എല്ലാവരും? ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണെങ്കിൽ ആ മഴ പെയ്ത് കഴിയുമ്പം ആ മണ്ണിന്റെ ഒരു സന്തോഷം നമുക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലേ? ആ പുതുമണ്ണിന്റെ മണം ഇങ്ങനെ ഒന്ന് അനുഭവിക്കുമ്പോഴത്തേക്ക് ആ മണ്ണ് അത്രത്തോളം ആഹ്ലാദിക്കുന്നുണ്ട്. ആ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ ഓരോ ചെടികളും അതേപോലെ അതിൽ സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു മഴ പെയ്യുമ്പോൾ അതിൽ എന്താണ്, ഓരോ ഇലകളും പൂവുകളും ആ ചെടിയുടെ വേരുകൾ പോലും സന്തോഷത്തോടുകൂടി ആ വെള്ളത്തെ ഏറ്റെടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളെ വേദനിപ്പിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ എന്തുമാവട്ടെ, ആ ഒരു കാര്യത്തിനെ നമുക്ക് പുറത്തേക്ക് കളയാൻ പല വഴികളുണ്ട്. അതിൽ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ ആ വഴികളൊന്നും നമുക്ക് തുറന്നു കിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിലോ ആദ്യമേ തന്നെ നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയണം. അതായത് നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അത് എന്നെ ഏറെ ബുദ്ധിമുട്ടിക്കുകയും രോഗാവസ്ഥയിൽ എത്തിക്കുകയും എൻ്റെ പ്രാർത്ഥനകൾ പോലും വിഫലമാകുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവണം. നമ്മൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ കുറിച്ചോ നമ്മളെ കുറിച്ചോ മോശമായതും വേദനിപ്പിക്കുന്നതുമായ ചിന്തകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും നേരെയാവാറുണ്ടോ? എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാറുണ്ട്? നമുക്ക് ദേഷ്യമുള്ള ആളെ കാണുമ്പോ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നമുക്ക് ദേഷ്യമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുക? ജസ്റ്റ് ഈവൻ അവരുടെ ഒരു ഫോട്ടോ കണ്ടാൽ പോലും നമുക്ക് എന്തായിരിക്കും തോന്നുക? എന്താ തോന്നുക? വളരെ സന്തോഷമാണോ തോന്നുക? അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? ദേഷ്യം തോന്നും. ഓക്കെ, പിന്നെ വരട്ടെ. പിന്നെന്താ തോന്നുക? സങ്കടം വരും. ദേഷ്യം, സങ്കടം. ഓക്കെ, നമുക്ക് ആ ആളെ കാണുമ്പോ ദേഷ്യം ശരിക്കും വരും അല്ലേ? നമ്മൾ അവരുടെ ഫൊർഗീവ്നെസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാം? അതും കൂടി ഒന്ന് പറഞ്ഞേ. ഒരാളോട് നമുക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു, അവർക്ക് നമ്മൾ ഫൊർഗീവ് ചെയ്തു കൊടുത്തു, അതിനുശേഷം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഹാപ്പി തോന്നും. ഓക്കെ, പിന്നെയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ,
നമ്മൾ ഫൊർഗീവ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും നമ്മുടെ ഉള്ളില് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ തോന്നുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ എല്ലാരും എന്താ പറയും? അത് ഫൊർഗീവ്നെസ് കംപ്ലീറ്റഡ് ആയിട്ടില്ലെന്നാ തോന്നുന്നത്. അവരെ കുറിച്ച് വീണ്ടും ഓർക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരോട് മിണ്ടാൻ തോന്നുന്നില്ല, അല്ലെ സങ്കടം വരുന്നുണ്ട്, ഉള്ളിൻ്റെ അകത്ത് എന്തോ ഒന്ന് പിടിച്ചു കെട്ടി വെച്ചേക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ആത്മാർത്ഥതയോട് കൂടി ഒരു ഫൊർഗീവ്നെസ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് തോന്നിയാലും തോന്നും. സാധാരണഗതിയിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന സാധനത്തിന് ഇങ്ങനെ പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വരും. അപ്പൊ എന്നാലും കുറേയൊക്കെ നമുക്ക് മാറി ഒരു അയവ് വരുന്നത് പോലെ തോന്നും. വീണ്ടും നമ്മൾ ആ ഫൊർഗീവ്നെസ് തന്നെ ചെയ്യും അല്ലേ? അപ്പൊ എന്താണ്, നമ്മൾ അന്നേരം നമ്മുടെ ഉള്ളിൽ കൊടുക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ തോന്നുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നോട് ഇത്രത്തോളം ദ്രോഹം ചെയ്ത അല്ലെങ്കിൽ എന്നോട് ഇത്രത്തോളം ദേഷ്യമുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ടും എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുമോ? ഇല്ല. ഓക്കെ. അപ്പൊ എന്താണ്, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ തോന്നാത്തത്? നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ട്. നമ്മുടെ ഉള്ളില് നമ്മളോട് സ്നേഹമില്ല, നമ്മൾ ഫൊർഗീവ് ചെയ്ത കൊടുത്ത ആളോടും സ്നേഹമില്ലാത്തത് കൊണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്നേഹം എന്നാൽ എന്താണെന്നാ പറയാ? സ്നേഹം എന്നാൽ എന്താണെന്നാ പറയാ? അതിന്റെ ഒരു ഡെഫിനിഷൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്നേഹം എന്നാൽ എന്താണെന്ന് പറയാം? എന്തായിരിക്കും? ഗുഡ് ഫീലിംഗ്. ഓക്കെ. ഇനിയോ? വിട്ടുകൊടുക്കൽ. ഓക്കെ. അപ്പൊ ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സ്നേഹം എന്നാൽ എല്ലാ രീതിയിലും ഈ പറഞ്ഞതൊക്കെയും തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് മറ്റൊരാൾക്ക് ആരോഗ്യം, that makes me happy. Yes, ആരോഗ്യം, സന്തോഷം, സമാധാനം, ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾ ഇവ നേരുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ മറ്റൊരു ഡെഫിനിഷൻ. പക്ഷെ അത് നേരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥത ഉണ്ടാവണം. ഒരാത്മാർത്ഥതയായിട്ട് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ സ്നേഹം എന്താണെന്ന് നമ്മൾ രുചിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ നമുക്ക് ആദ്യം നമ്മളോടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ മറ്റൊരാളെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പം നമ്മളാണ് നോവുന്നത്, നമുക്കാണ് രോഗാവസ്ഥ ഉണ്ടാകുന്നത്. ആ രോഗാവസ്ഥയിലൂടെ നമുക്ക് ലഭിക്കേണ്ട നല്ലൊരു ജീവിതമാണ് നമുക്ക് ഇല്ലാതാകുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കുക? ഞാൻ ഫൊർഗീവ്നെസ് ചെയ്തു കൊടുത്തിട്ട് അവരങ്ങനെ നന്നാവണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടോ? ഞാൻ ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ട് അവരങ്ങനെ നന്നാവണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ഉണ്ടോ? നോ. അൽഹംദുലില്ലാ. അങ്ങനെ ചിന്തിക്കുന്നവരില്ല എന്നിവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ അറിയേണ്ടത് എന്തും നമ്മുടെ ഉള്ളിൽ നിന്നും മാത്രമേ നമ്മൾക്കായിട്ട് എന്തും കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് മറ്റൊരാളെ കുറിച്ചുള്ളതാണെങ്കിൽ ആ വ്യക്തികളെ കുറിച്ചുള്ള ചിന്തകളോ മറ്റു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമ്മൾ ഫൊർഗീവ് ചെയ്തിട്ട് നമ്മളിൽ നിന്നും പോകുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് നല്ലത് വരട്ടെ എന്ന് മനസ്സുകൊണ്ട്, അവർക്ക് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഞാനൊരു അഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ബുക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. എന്താണ്, നമ്മളിൽ ഫൊർഗീവ്നെസ് ചെയ്തിട്ടും വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വീണ്ടും വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്? ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നേർന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ
എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ സ്വതന്ത്രനാണ്. നിങ്ങളും സ്വതന്ത്രരാണ്. മാം ഒന്നും കൂടി പറയൂ. പറയാം. ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാണ്. ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ സ്വതന്ത്രനാണ്. നിങ്ങളും സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. കിട്ടിയിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ സ്വതന്ത്രനാണ്. നിങ്ങളും സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഈ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഫൊർഗീവ്നെസ് ചെയ്തിട്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ചിന്തകളും ഓർമ്മകളും നമ്മുടെ ഉള്ളിലൂടെ വരികയാണെങ്കിൽ ഇത് റിപ്പീറ്റഡ്ലി വീണ്ടും പറയുക. ആ ഒരു വ്യക്തിക്കോ ആ ഒരു സിറ്റുവേഷനോ എന്തായിക്കോട്ടെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്താണ് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വെറുതെ എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് ഏറ്റവും ശക്തമത്തായ ഒരു അഫർമേഷൻ ആണ്. നിങ്ങളത് കണ്ടിന്യൂസ്ലി ചെയ്തു നോക്കിയാൽ, എൻ്റെ ലൈഫിലൊക്കെ ഞാൻ അത് അത്രമാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫൊർഗീവ്നെസ്സിന്റെ കാഠിന്യത്തെ കുറച്ച് കൊണ്ടുവരാനും നമ്മൾക്കൊന്ന് ഫ്രീ ആവാനും പറ്റും. മാം, Yes. ഇത് നമ്മൾ അങ്ങനെ നമ്മൾക്ക് അങ്ങനെ അവരുടെ കുറിച്ച് ചിന്ത വരുമ്പോ മാത്രമാണോ ഈ അഫർമേഷൻ പറയേണ്ടത്? അതങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ ഡെയിലി അങ്ങനെ ചെയ്യേണ്ട അല്ല, കാര്യമില്ല. അത് നമ്മൾക്ക് അറിയാലോ. നമ്മൾ ഒരു ഫൊർഗീവ്നെസ് ചെയ്ത് കഴിയുമ്പോൾ വെറുതെ നമ്മുടെ ചിന്തകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് തോന്നുമ്പോഴൊക്കെ കയറി വരും. നമ്മളൊന്നും ആലോചിക്കാതിരിക്കുമ്പോൾ പോലും എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഒരു ഫൊർഗീവ്നെസ് ചെയ്ത ഒരു സംഭവത്തെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ട് പോലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് അവിടെ എന്ത് ചെയ്യും, ആ വ്യക്തി അപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു കാര്യത്തെ കാണുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെ അന്നേരം പറഞ്ഞാൽ മതി. പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീലിങ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. മനസ്സിലായല്ലോ? വ്യക്തമായി. അതായത് നമ്മുടെ മനസ്സമാധാനത്തിനും നമ്മുടെ തിളക്കമാർന്ന ആരോഗ്യത്തിനും നമ്മുടെ സമ്പത്തിനും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കൽ നിർബന്ധമാണ്. ആ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ മാത്രം മതിയോ? സെൽഫിന് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ആവശ്യമുണ്ടോ? ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? സെൽഫിനല്ലേ? സെൽഫിന് കൊടുക്കണം. സെൽഫിന് കൊടുത്താൽ മാത്രം മതി, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കേണ്ടതുണ്ടോ? സെൽഫിന് കൊടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഓക്കെ, ഗുഡ്. അതെല്ലാരും ഒന്ന് മനസ്സിലാക്കുക. എന്തും നമ്മുടെ ഉള്ളിലാണ് ആദ്യം കരടുപോലെ എത്തുന്ന സംഭവം. ആ കരടിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്യുക. നിങ്ങൾ ഫൊർഗീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെ ഫീൽ ചെയ്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതോടൊപ്പം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുകയും വേണം. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഫൊർഗീവ്നെസ്സിന് നല്ല രീതിയിൽ നമുക്ക് ഹീലാക്കാൻ സാധിക്കുകയും നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഇതിലൊരു കാര്യം മനസ്സിലാക്കുക. സെൽഫിനെ നിങ്ങൾ ഫൊർഗീവ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക, ഈ കുറ്റപ്പെടുത്തലുകള്, അവഗണനകള്, ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്നും വന്നിട്ടാണോ നമ്മൾ വേദനിക്കാറുള്ളത്?
എല്ലാരും പറയും അവരെന്നെ അങ്ങനെ കുറ്റപ്പെടുത്തി, അവരെന്നെ അവഗണിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. എപ്പോഴും നമ്മൾ എന്താ പറയാ, മറ്റുള്ളവരിലേക്കാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാറുള്ളത്. മറ്റുള്ളവർക്കാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. അപ്പൊ അവരാണോ നമ്മളെ അവഗണിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ? ഇത്രയും കാലത്തെ ഒരു നമ്മളെ ഇതില് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? പറയേ. നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ എന്നുള്ളത് ഒരു നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പോംവഴി മാത്രമാണ്. അപ്പൊ ചിന്തിച്ചു നോക്കുക, അതേ കാര്യത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലാണ് ആ കുറ്റപ്പെടുത്തലുകൾ കിടക്കുന്നത്. ആ കുറ്റപ്പെടുത്തലിന്റെ ഒരു നേരിയ ഒരു അംശമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് മറ്റൊരാൾ പറയുന്നതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനും അത് കുറ്റപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കാനും അതിലൂടെ അവരോട് നമുക്ക് ദേഷ്യം തോന്നാനുമുള്ള കാരണം. അവിടെ നമ്മൾ നമ്മുടെ ഉള്ളിലാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് സെൽഫിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹീൽ ചെയ്യാൻ പറ്റും, ഫോർഗീവ് ചെയ്യാൻ പറ്റും. ആ ഫോർഗീവ്നെസ്സിലൂടെ നമുക്ക് മറ്റൊരാൾക്കും ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആദ്യം അറിയേണ്ടത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളതാണ്. അത് വെറുതെ നോക്കിയാൽ മതിയോ? നമ്മൾ പലപ്പോഴും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെയാണ് പഴിചാരാറുള്ളത്. ഇപ്പം ഈവൻ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു, അല്ലെ മക്കൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് സങ്കടം വന്നു, അല്ലെ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, എന്നെ എല്ലാവരും അവഗണിക്കുന്നുണ്ട്, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, കഴിവില്ലാത്തതാണെന്ന് പറയാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരാറുണ്ട്. അത് ശരിക്കും മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ടാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് നന്നായി പാടാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നോട് പറയുകയാണ്, നിനക്ക് നിന്റെ പാട്ടൊന്നും ഒരു രസമില്ല അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ അറിയണ്ടേ? നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് കാര്യത്തിലാണോ വേദനിക്കുന്നത് അതിന്റെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കത് വേദന എടുക്കുന്നത്, അല്ലെ നമുക്കത് അവഗണിക്കുന്നതാണെന്ന് തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് അന്നേരം നമ്മൾ എന്താ, അവരെന്നെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അന്ന് പറയണ മറ്റുള്ളവർക്ക് മാത്രം ഫോർഗീവ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവിടെ നമ്മുടെ ഉള്ളിലുണ്ടായ ആ ഒരു അവസ്ഥ എന്താണോ, ആ കുറ്റബോധം എന്താണോ, ആ ഒരു വിഷമം എന്താണോ, അവഗണിക്കൽ എന്താണോ, അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഫോർഗീവ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അറിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മള് ഇപ്പോ ഞാനൊക്കെ പറയാറുണ്ട്, എൻ്റെ കൂടെ ഉള്ളവരോടാണെങ്കിലും ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, എന്താണ്, നല്ലൊരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഫോർഗീവ്നെസ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ പ്രകൃതിയുമായിട്ട് നമ്മളൊന്ന് ചേർന്ന് നോക്കിക്കേ. ആ പ്രകൃതിയിൽ കാണുന്നതെല്ലാം അത് പ്രപഞ്ചനാഥന്റെ സൃഷ്ടിയാണ്. അതിലെല്ലാം പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്തെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മഴയിലൂടെ പോലും നമുക്ക് നമ്മുടെ ഫോർഗീവ്നെസ്സിനെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു മഴത്തുള്ളി ആ എന്താ പറയാ മണ്ണിലേക്ക് വീഴുമ്പം ആ മണ്ണ് എങ്ങനെയാണോ അബ്സോർവ് ചെയ്തെടുക്കുന്നത്, അതേപോലെ ആ മഴ നമ്മുടെ ഉള്ളിൽ വീഴുമ്പോൾ, നമ്മുടെ മേത്ത് വീഴുമ്പോൾ ആ മഴയിലൂടെ ആ വെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങി പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള എന്ത് ബുദ്ധിമുട്ടും പ്രയാസമാണോ അതാണെന്ന് നമ്മളൊന്ന് ഫീൽ ചെയ്താൽ, ആ മഴ നനഞ്ഞ അല്ലെങ്കിൽ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ വീണ് നമ്മളൊന്ന് മാറുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമ ഉണ്ടാവും, നല്ലൊരു ഫീൽ ഉണ്ടാവും. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതോ കുട്ടികൾക്ക് മാത്രമേ മഴ നനയാൻ പാടുള്ളൂ, വലിയവരായ ഞങ്ങളൊക്കെ മഴ നനഞ്ഞാൽ എന്താ വിചാരിക്കുക, നാണക്കേടല്ലേ എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഫോർഗീവ്നെസ്സിന്റെ പാഠങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയായിക്കൂടെ ഒന്ന് മാറാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് എങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ കഴിയും. അത് മറ്റുള്ളവരല്ല തരുന്നത്, നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ തിരഞ്ഞെടുക്കുന്നത് നാം അത് കണ്ടിന്യൂസ്ലി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും കൂടി വേണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാണ്, പ്രകൃതിയോട് നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ, ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ന്യൂസിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്, ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
സ്വന്തത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിലേക്ക് മാറിപ്പോകുന്നത്, ആ ഒരു ചിന്തയിലേക്ക് മാറിപ്പോകുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യനാണെന്ന് നമ്മൾ തിരിച്ചറിവില്ലാതിരിക്കുകയും നമുക്ക് നൽകിയിരിക്കുന്ന ജന്മം എത്രത്തോളം ശ്രേഷ്ഠമാണെന്ന തിരിച്ചറിവ് വരാതിരിക്കുമ്പോഴുമാണ് എന്താണ് നമുക്ക് നമ്മുടെ ജീവന് വിലയില്ലാതാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ കൊണ്ട് നമുക്ക് ഒരു എന്താ പറയാ ഒന്നിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അത് ദൈവനിശ്ചയമില്ലാതെ, റബ്ബിന്റെ അനുഗ്രഹമില്ലാതെ ഒരെണ്ണത്തിന് നമുക്കൊന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? വേറെ ഒന്നും വേണ്ട. നമ്മുടെ ശ്വാസത്തെ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പിനെ ആണെങ്കിലും എന്തിനെ കുറിച്ചാണല്ലോ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ നമ്മളെ സൃഷ്ടിച്ചവൻ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളതാണെന്ന്. അപ്പൊ നമുക്കത് മനസ്സിലാക്കുക, നമ്മൾ അറിയുന്നവർക്കും പറഞ്ഞു കൊടുക്കുക. ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് കളയാനുള്ളതല്ല. അതില് ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ആദ്യം നമ്മളെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കഴിവുകളെ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അതെന്റെ ഒരു കഴിവാണ്. എനിക്ക് നടക്കാനും ഓടാനും ചാടാനും എന്റെ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെന്റെ ഒരു കഴിവാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള സ്ഥിതിയിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിക്കാനുള്ള വക നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ മറ്റൊരാളെ കുറിച്ചുള്ള ചിന്തകളും വേദനകളും കൊണ്ട് നടക്കാതെ നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുകയും അത് നൽകിയവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം മുൻപോട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഫൊർഗീവ്നെസ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയായിരിക്കും നേട്ടങ്ങൾ ഉണ്ടാവുക? ഫൊർഗീവ്നെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാവുക? എന്താണ് ഫൊർഗീവ്നെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നത്? കുറെ നേരമായി ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ എന്ത് നേട്ടം ഉണ്ടാകുന്നെന്ന് ഞാൻ അറിഞ്ഞു നോക്കട്ടെ. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം, സമാധാനം. അൽഹംദുലില്ലാ. യെസ്, സമാധാനം. ഈ സമാധാനം എവിടെ ആയിരിക്കും ഇരിക്കണേ? നമ്മളുള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ. ഓക്കെ. അത് എനിക്ക് നല്ല സമാധാനം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ, അത് നമ്മളെ ഉള്ളിന്റെ ഉള്ളിലല്ലേ, അത് നമ്മൾ കാണിച്ചു. ആസ്വദിക്കണം. പക്ഷെ നമുക്ക് നല്ല സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? അത് ചിരിച്ച മുഖം, നല്ല സന്തോഷത്തിലായിരിക്കണേ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന് പറയുന്നത് ആരെയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാകുക. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? നമ്മുടെ സമാധാനത്തെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര സുഖകരമായിട്ട് മുമ്പോട്ട് പോകും. ഞാൻ ജീവിക്കുന്നത് ആദ്യം എന്താണ്, എല്ലാ സ്ത്രീകളുടെയും ഒരു ഇഷ്യൂ ആണ്. എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി സമയം പോലും ഇല്ല ഹസ്ബൻഡിന് വേണ്ടി. വീട്ടിലെ കാര്യം, കുട്ടികളുടെ കാര്യം, ജോലി, ഇതെല്ലാം ചെയ്ത് പെറുക്കി വന്ന് കഴിയുമ്പോഴത്തേക്ക് മടുത്തു. പലരും എന്താണ് പരിഭവപ്പെടാറുണ്ട്, എന്താണ് ഈ ജോലിയൊക്കെ ചെയ്ത് ഞാൻ മടുത്ത് എന്ന് പറയുമ്പം ആ മടുപ്പ് എന്ന് പറയുന്നത് ആരോട് പറയുന്നതാണ്? സ്വന്തത്തിനോടല്ലേ പറയുന്നേ? ഞാൻ മടുത്തു എന്ന് പറയുന്നത് സ്വന്തത്തിനോടല്ലേ? സ്വന്തത്തിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം ആരുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത്? നമ്മെ സൃഷ്ടിച്ചവനുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. അപ്പൊ ആ സൃഷ്ടിച്ചവനോട് പറയാണ് ഞാൻ മടുത്തു, എന്റെ ജീവിതം എനിക്ക് മടുത്തു എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും? അതുകൊണ്ട് എന്തായിരിക്കും? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് അതില്? നമ്മൾ പറയുന്ന ഓരോ വാക്കും, ചിന്തിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മെ സൃഷ്ടിച്ചവനുമായി കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ ആവശ്യമില്ലാത്ത ചിന്തിക്കേണ്ടതുണ്ടോ? നമ്മളെ വേദനിപ്പിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് ആയിട്ടിരുന്ന് ഇങ്ങനെ കേൾക്കുക എന്നുള്ളതാണോ? ഇല്ല. അവിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സമാധാനം വരുമ്പോൾ എനിക്ക് നന്നായി ശ്വസിക്കാൻ സാധിക്കും എന്നുള്ളത്. നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രാണോ? നമ്മളൊന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്നേ.
ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് നല്ല ഏറ്റവും സന്തോഷകരമായി നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയ ഒരു നിമിഷത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. ഏറ്റവും സന്തോഷകരമായി തോന്നിയ ആ ഒരു നിമിഷത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുവന്നേ. അപ്പോ നമ്മുടെ ശ്വാസഗതി എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കേ. ആ സമാധാനവും സന്തോഷവും ആ ശ്വാസത്തിലും പ്രതിഫലിക്കുന്നില്ലേ? അതുപോലെ ആ സമാധാനവും സന്തോഷവും നമ്മുടെ ശരീരം മുഴുവനും ഫീൽ ചെയ്യുന്നില്ലേ? അത് നമ്മുടെ മുഖത്ത് അറിയാൻ കഴിയുന്നില്ലേ? ആ സന്തോഷകരമായ അവസ്ഥ എന്ന് സംഭവിച്ചതാണെങ്കിലും ഈ നിമിഷത്തിലും ആ സന്തോഷത്തെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞേ. പറ്റുന്നുണ്ട്. അപ്പോ ഇതേപോലെ ഇനിയിപ്പോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിച്ച ഒരു നിമിഷത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കണോ? വേണ്ട, അതപ്പോ ഫീൽ ചെയ്യാൻ പറ്റും. ആലോചിക്കണം. ആലോചി ഫോർഗീവ്നെസ് ചെയ്യേണ്ട നമ്മൾ എപ്പോഴാണെങ്കിലും ഫോർഗീവ്നെസ് ചെയ്യുന്ന ഒരു കാര്യം, ചെയ്ത ഒരു കാര്യം നമ്മൾ വീണ്ടും ഓർക്കുമ്പോൾ ആ ഓർമ്മകൾ അവിടെ ഉണ്ടാവും, പക്ഷെ അവിടെ ഫീലിങ്സ് ഉണ്ടാവില്ല. അത് നടന്ന സംഭവം അങ്ങനെ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, പക്ഷെ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് അവിടെ മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ ശ്വാസത്തിന്റെ ആ ഒരു മാറ്റത്തെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെ വേദനിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സമയം നിങ്ങളുടെ ശ്വാസത്തിൽ വരുന്ന മാറ്റം, നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം എല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞേ. ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട്. ആ വിഷമിപ്പിച്ച, ആ ഒരു ബുദ്ധിമുട്ടിച്ച ആ ഒരു നിമിഷത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ശ്വാസത്തിന് എന്താ സംഭവിക്കുന്നേ? ആ ശ്വാസത്തിൽ എന്തൊക്കെ മാറ്റമുണ്ട്? ആ സമയം ശരീരത്തിൽ വന്ന മാറ്റത്തെ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ ശരീരത്തിന് എന്താ മാറ്റം സംഭവിച്ചേ? ഇപ്പൊ ഈ നിമിഷം നിങ്ങൾക്കൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും, ഒരു ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും മാറ്റം വരിക. അതേപോലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെ നിങ്ങൾ റിപ്പീറ്റഡ്ലി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ വേദനിപ്പിച്ചതോ ബുദ്ധിമുട്ടായതോ എന്തൊക്കെ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ അതിനെയെല്ലാം കൂടെ കൊണ്ടുപോകണോ അതോ പോസിറ്റീവ് ആയിട്ടുള്ളതിനെ കൂടെ കൊണ്ടുപോയാൽ മതിയോ? അത് തീരുമാനിക്കുക. ആ തീരുമാനത്തിലൂടെ നിങ്ങൾ ഫോർഗീവ്നെസ്സിലേക്ക് എത്തുക. നഷ്ടപ്പെട്ടു പോയതോ അല്ലെ ലഭിക്കാത്തതോ അല്ലെങ്കിൽ വേദനിപ്പിച്ചതോ ആയിട്ടുള്ള എന്തൊരു കാര്യത്തെയും കൂടെ കൊണ്ട് നടക്കുന്നതിലൂടെ കോടാനുകോടി കോശങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരം രോഗാവസ്ഥയിലേക്കാണ് പോകുന്നത്. അതൊന്ന് തിരിച്ചറിയുക. ആ രോഗാവസ്ഥയ്ക്ക് കാരണം നമ്മൾ പലപ്പോഴും പറയും മഴയാണ്, വെയിലാണ്, അല്ലെങ്കിൽ ഫുഡിന്റെയാണ്, വെള്ളത്തിൻ്റെതാണ്, ഇല്ല തണുപ്പ് കൂടിയിട്ടാണ്, ഇങ്ങനെ പല കാരണങ്ങൾ നമ്മുടെ രോഗങ്ങൾക്കെല്ലാം നമ്മൾ കാരണം പറയും. പക്ഷെ അറിയേണ്ടത് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളിലൂടെയാണ് നമ്മൾ രോഗത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുക, ഈ പുണ്യമാസത്തിന്റെ ഈ ഒരു സമയത്തിലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകളോ വിഷമങ്ങളോ എന്തോ ആയിക്കോട്ടെ അതിനെ തീർത്തും ഫോർഗീവ്നെസ് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന വിഷമങ്ങളെ ഒന്ന് എഴുതി വെക്കുക. ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളാണോ വരുന്നത് അതിനെ ഒന്ന് എഴുതി വെക്കുക. ഇപ്പം പഴയ കുറെ ആയിട്ട് ഇറങ്ങിയപ്പോ സോറി കേട്ടോ, മോൾ എക്സാമിന് പോകാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് വന്നത്. അങ്ങനെ മനസ്സിൽ തോന്നുന്ന
ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ എന്തെങ്കിലും ഉള്ളത് മാറ്റാൻ കഴിയുന്നില്ല എന്ന് വിഷമം വരുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഒരു പൊടിക്കൈ മാത്രം ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യാം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കഴിയുന്നത്രയും ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങോട്ട് എഴുതുക. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി പോവുക. ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ മറ്റു സിറ്റുവേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആണെങ്കിൽ അതിനെക്കുറിച്ചും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങളെ കുറിച്ചും ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്തൊന്ന് എഴുതി പോവുക. അതിലൂടെ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റത്തെ കൂടെ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളിൽ മാറ്റം വന്നതെന്നും കൂടി ഒന്ന് പറയണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ ഏറെ വേദനിപ്പിക്കുന്ന അല്ലെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് അതിന് പ്രതി നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റുമോ അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വേദനയുടെ ഒരു വിഷമത്തിന്റെ ബുദ്ധിമുട്ട് ഇത്രത്തോളം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ അഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ആ ഒരു നമ്മുടെ കാര്യത്തെ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം. സബര മാം എന്തെങ്കിലും പറഞ്ഞോ? നമ്മുടെ ശത്രുവിനാണോ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത്? ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് ശത്രുവായി മാറുകയാണ്. വേദനിപ്പിച്ച ആൾക്കാരെയാണോ? ഇപ്പൊ ഒരു സിറ്റുവേഷൻ എഴുതുക. ഇപ്പൊ ഒരു വേദനിപ്പിച്ച ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് എഴുതുക, ആ സിറ്റുവേഷൻ എഴുതുക. ഇന്ന കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തി എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് എഴുതുക. അപ്പൊ ആ എഴുതുന്ന സമയം എഴുതിയതിനു ശേഷം നമ്മുടെ ഉള്ളിൽ അവർക്ക് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ളതാണ്. ഒന്ന് നമുക്കും അവിടെ ഫോർഗീവ് പറയേണ്ടതുണ്ട്. ഞാൻ ഇത്രയും കാലം ഈ ഒരു കാര്യത്തെ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നതിന് ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. അതോടൊപ്പം അപ്പുറത്തോട്ട് എഴുതുമ്പോൾ എന്താ എഴുതണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പം ആ വ്യക്തിയിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ വരെ ആ വ്യക്തിയുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കും. ആ സമയത്ത് ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ആ കാര്യങ്ങളെ ഓർത്ത് അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം ആ ഒരു അഫർമേഷൻ നമ്മൾ നന്നായിട്ടൊന്ന് റിപ്പീറ്റഡ്ലി പറയുക. ഓക്കെ ആണല്ലോ? മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നോ? റെക്കോർഡ് ഉണ്ടാവില്ല മാം. ഇതിന്റെ യെസ് നമുക്ക് നെറ്റിന്റെ ക്ലിയർ ആവുന്നില്ല, അതാ. ഓക്കെ റെക്കോർഡ് ഉണ്ടാവും ഇൻഷാ അള്ളാ. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതില് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു മനുഷ്യന്റെ സ്വന്തം മനസ്സിന്റെ ചിന്തയും ഉദ്ദേശവും അനുസരിച്ചാണ് ആ മനുഷ്യനിൽ നന്മയും തിന്മയും രൂപപ്പെടുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നന്നായിട്ട് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതൊന്ന് വിലയിരുത്തി നോക്കുക. അതായത് ഒരു മനുഷ്യന്റെ സ്വന്തം മനസ്സിന്റെ ചിന്തയും ഉദ്ദേശവും അനുസരിച്ചാണ് ആ മനുഷ്യനിൽ നന്മയും തിന്മയും രൂപപ്പെടുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണ്, അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ശരിയാണോ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിലൂടെ നമ്മൾ ആർക്കൊക്കെ ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾക്ക് ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിലും ഈ ഒരു വാക്കിലൂടെ നിങ്ങൾ ചിന്തിച്ചിട്ട് അത് ഫോർഗീവ് ചെയ്യേണ്ടതിന് ചെയ്യുക. നോമ്പുമാസം കഴിയുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ എന്താണ്, പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. പോലും ഞാനുമായി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരിലും പൂർണ്ണ ആരോഗ്യം എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കി ഫോർഗീവ്നെസ് ചെയ്ത് അതിലൂടെ സ്നേഹത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു വാക്കിലൂടെ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോവുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ചോദിക്കാനും പറയാനുള്ള സമയമുണ്ട്. അതിനുശേഷം ഇൻ ഡെപ്തിൽ നല്ലൊരു മെഡിറ്റേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ചോദിക്കാനുള്ള അവസരമാണ്, അവരവർക്ക് അറിയാനുള്ള അവസരമാണ്.
അത് വിനിയോഗിക്കുക. എല്ലാരും നല്ല കുട്ടികളെ പോലെയാണല്ലോ. ഒന്നെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് എന്താ പറയാ, ഒരു ക്ലാസ്സിലെ ഏറ്റവും നല്ല പഠിപ്പിസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ പഠിപ്പിസ്റ്റുകളെ പോലെയാണ് എല്ലാവരും. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും അല്ലേ? ഇങ്ങനെ തന്നെയാണോ? അസ്ത്ര മാമിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? മ്യൂട്ടാണ്. ഇപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായി. ആ ഓക്കെ. സംശയം ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ ചോദിക്കാം. അസ്ത്ര മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? മ്യൂട്ടാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഇപ്പൊ ഉണ്ട്. പിന്നെ ആ വ്യക്തിയിൽ നിന്ന് ഞാൻ ഫോർഗീവ് ചെയ്തതിന് ശേഷവും പിന്നീട് നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ എനിക്ക് ഫീലിങ്സ് വരാറുണ്ട്. അപ്പോ പിന്നെയും നമ്മള് ഫോർഗീവ് ചെയ്താൽ അത് മാറും. അവരിൽ നിന്ന് പിന്നെയും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും മോർണിംഗിൽ പിന്നെയും ഫോർഗീവ് ചെയ്യുക എന്നുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ സെൽഫിന് ഫോർഗീവ് കൊടുക്കുക. മീൻസ് ആ ഒരു കാര്യത്തെ ഇത്രയും കാലം ഞാൻ കൊണ്ട് നടന്നതിന് എന്നോട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുക. ആ ഫോർഗീവ് ചെയ്തതിന് ശേഷം അതർ ഫോർഗീവ്നെസ്സും കൂടി ചെയ്യുക. അതർ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് വിത്താണ് ചെയ്യേണ്ടത്. ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ മാപ്പ് കൊടുക്കൽ മാത്രമല്ല, ആ ഫോർഗീവ്നെസ് കൊടുക്കുന്നതോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഫില്ല് ചെയ്യണം. നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്നും ഒരു കാര്യത്തെ പുറത്തേക്ക് കളയുകയാണ്. അപ്പൊ അത്രയും സ്ഥലം നമ്മുടെ ഉള്ളിൽ കാലിയാവുമ്പം അവിടേക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ നിറച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടേക്ക് മെമ്മറീസ് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ സെൽഫിന് ഫോർഗീവ് കൊടുക്കുക, എന്നിട്ട് അതറിന് ഫോർഗീവ് കൊടുക്കുക. സെൽഫിന് ഫോർഗീവ്നെസ് കൊടുക്കുമ്പോഴും അതിന് ഇത്രയും കാലം കൊണ്ട് നടന്നതിനുള്ള ഫോർഗീവ്നെസ് ചോദിച്ചിട്ട് അതോടൊപ്പം സെൽഫ് അത്രത്തോളം കറക്റ്റ് ആയിട്ട് ഇരുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. സെൽഫിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ദെൻ അതറിന് കൊടുക്കുക. അതറിന് കൊടുക്കുമ്പോൾ അതേപോലെ അവർക്ക് ഫോർഗീവ് ചെയ്തതിന് ശേഷം അവരെ കുറിച്ചുള്ള നല്ല, അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം. ഇതും കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് എങ്ങനെയാണോ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് വിഷ്വൽ ചെയ്യുകയും കൂടി ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് ഇതേപോലെ ബുദ്ധിമുട്ട് കയറി വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ അഫർമേഷൻ കണ്ടിന്യൂസ്ലി പറയുകയും ആ ഒരു വ്യക്തിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മ വരുന്നതിന് വേണ്ടി നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ചു ദിവസം നിങ്ങൾ കണ്ടിന്യൂസ്ലി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തന്നെ അവിടെ എന്തായി, ആ ഒരു ഫോർഗീവ്നെസ് കംപ്ലീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോ വേറെ ആർക്കൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം അല്ലെ? റെഡിയാണോ എല്ലാരും മെഡിറ്റേഷനിലേക്ക് പോവാൻ? അതോ ഇവിടെ തൊട്ട് അങ്ങ് നിർത്തിയാൽ മതിയോ? മെഡിറ്റേഷന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. റെഡിയാണ്. അല്ല, ഇതില് എന്താ കാര്യം അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെന്താണ് വീഡിയോ മോഡിൽ ഇല്ല എന്നുള്ളതാണ്. ആ വീഡിയോ മോഡിൽ ഇല്ലാണ്ട് കേൾക്കണ ഒരു കാര്യം എന്താണ്, നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമ്മളോട് എന്താ പറയാറുള്ളത്? വീഡിയോ മോഡിൽ ഇരിക്കൂ എന്നാണ് പറയാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറയുന്ന ഒരാൾ ആരാണോ ക്ലാസ് എടുക്കുന്നത് അവർക്കുള്ള ഒരു എനർജിയും നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവാനും അതിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന അതിലേക്ക് നല്ലൊരു മാറ്റം വരാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും? വീഡിയോ മോഡിലിരിക്കും. അല്ലാത്തവർ എന്ത് ചെയ്യും? ഇങ്ങനെ വെറുതെ ഇരുന്ന് കേട്ടാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെ വെറുതെ ഇരുന്ന് കേൾക്കുന്നവർക്കൊക്കെ എന്താ സംഭവിക്കുക? ആ കേൾവി അങ്ങനെ കേട്ട്, നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അതിലേ പോയി എന്ന് പറയില്ലേ? ഇതിലേ കേട്ടു അതിലേ പോയി എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞതുപോലെ പോകുന്നുള്ളതാണ്. നമ്മളുടെ, അതിനാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കാര്യം. എന്താണ് ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞൊരു കാര്യം? എന്താണ്? ഒരു മനുഷ്യന്റെ സ്വന്തം മനസ്സിന്റെ ചിന്തയും ഉദ്ദേശവുമാണ് അവനിലെ നന്മയും തിന്മയും രൂപപ്പെടുത്തുന്നത്. അതേപോലെയാണ് നമ്മുടെ ഉള്ളിലെ എന്ത് ചിന്തയിലാണോ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, പഠിക്കാനിരിക്കുന്നുണ്ടോ അല്ലെ ഒരു ക്ലാസ് കേൾക്കാനിരിക്കുന്നുണ്ടോ, അന്നേരം എന്താണോ നമ്മുടെ ഉള്ളിലെ ചിന്ത വരുന്നത്, ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചായിരിക്കും ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇത് ഈ ഒരു ക്ലാസ് ഒന്നല്ല, ഏതൊരു ക്ലാസ്സിലാണ് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു ചിന്തയിലൂടെ പോയി ഇരിക്കുമ്പോഴാണ് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലേ പല വക ചിന്തകളിലൂടെ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ ഒന്ന് കയറിയേക്കാം എന്താന്ന് നോക്കാന്ന് പറഞ്ഞ് കയറി കഴിയുമ്പോൾ എന്തായിരിക്കും പറ്റുക?
അത് ഇതിലേ കേട്ട് അതിലേ ഇറങ്ങിപ്പോകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി ചെയ്യാനും പറ്റാതെ വരും. അതുകൊണ്ട് മാത്രമാണ് എന്താണ് നിങ്ങളോട് വീഡിയോ മോഡിൽ ഇരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുസൃതിത്തരങ്ങളുണ്ട്. നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നങ്ങ് സബ് കോൺഷ്യസ് മൈൻഡ് വെക്കും. നീ എത്ര അലേർട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടോ അത്ര അലേർട്ട് ആയിട്ട് ഞാനും ഇരിക്കാന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ തുടങ്ങിയാൽ, സെൽഫിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ അത് ഏറ്റെടുക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, വേണ്ടതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും ഫോർഗീവ്നെസിന്റെ ക്ലാസ്സും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് നമുക്കൊരു മെഡിറ്റേഷൻ തന്നെ ചെയ്യാം. ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ സമ്പത്തിന്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, റിലേഷൻഷിപ്പിൽ പ്രശ്നമുള്ളവരുണ്ട്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്കൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തെങ്കിലും കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, നിങ്ങളുടെ ഒരു ഇന്റൻഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെഡിറ്റേഷൻ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കും. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആളത് ചെയ്യുന്നത്, ഞാൻ അതിൽ ഏർപ്പെടണം എന്നുള്ളത് മനസ്സിലാക്കി ആ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ട ആക്ഷൻ എടുക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ഞാൻ ചെയ്യണോ വേണ്ടയോ, ഞാൻ എങ്ങനെ ചെയ്യണം, ഇതിൽ എന്റെ കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ തീരുമാനിക്കണം എന്നുള്ളതിലോട്ട് ഒന്ന് വരിക. 2 മിനിറ്റ് നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. 1 മിനിറ്റ് ഇപ്പൊ തന്നെ തുടങ്ങാം. മാം ഇതിന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമുള്ളത് അത് കൊണ്ടാണ് വീഡിയോ മനസ്സിലായി. അത് കുഴപ്പമില്ല നജ്മ മാം. നജ്മ മാം ഓൾറെഡി എല്ലാ ക്ലാസ്സിലും വീഡിയോ മോഡിൽ ഇരിക്കുന്ന ആളാണ്, നമുക്കറിയാം. ഇല്ല ഇതില് അല്ലാണ്ട് കുറെ പേര്, ഞാൻ എന്താ വെച്ചാല് വീഡിയോ മോഡ് എല്ലാരും ഇങ്ങനെ മാറ്റി മാറ്റി നോക്കണം, എല്ലാരെയും കാണാനുള്ള ഒരു ആഗ്രഹം കണ്ട്. കാരണം ഇപ്പം ലവി മെമ്പേഴ്സിലാണെങ്കിലും എനിക്ക് വരാൻ പറ്റാറില്ല. അപ്പൊ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ മോഡിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ വീഡിയോ മോഡ് നിർബന്ധമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം പോലെ കംഫർട്ടായിട്ടൊന്ന് ഇരിക്കുക. ചാരി ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചാരി ഇരുന്നോളുക, നേരെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചാരി ഇരുന്നോളുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കണമെന്നൊന്നും ഇല്ല. ഈ മെഡിറ്റേഷന്റെ ഒരു പ്രത്യേകത, നമ്മൾ ആദ്യം പറയുന്നുണ്ട് കാലുകൾ നിലത്തുറപ്പിച്ച് കൈകൾ റിസീവർ മോഡിൽ വെച്ച് ഇരിക്കാൻ പറയുന്നുണ്ട്, നട്ടല് നിവർത്തി ഇരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് ആദ്യത്തെ ഒരു പൊസിഷനിൽ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു അലേർട്ടാണ്. ഞാൻ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു അലേർട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം സ്വാഭാവികമായി സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചോട്ടെ. അവിടെ നിങ്ങളുടെ മൈൻഡ് വന്നിട്ട് എന്റെ കൈ അങ്ങനെ പോയല്ലോ, ഞാനിങ്ങനെ ചെരിഞ്ഞു പോയല്ലോ, ഇതൊന്നും ചിന്തിക്കേണ്ട. ബാക്കി സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതൊക്കെ അവിടെ സംഭവിച്ചോട്ടെ. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ശ്വാസത്തിലും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അതിലൂടെ മാത്രം കടന്നു പോവുക. ഓക്കെ, കണ്ണുകൾ അടച്ച് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാലുകൾ നിലത്തുറപ്പിച്ച് കംഫർട്ടായിട്ടിരിക്കുക. തല ഉയർത്തിപ്പിടിച്ചിരിക്കുക. കൈകൾ റിസീവർ മോഡിൽ വെച്ച് ശാന്തമായി പുഞ്ചിരിയോട് കൂടി ശ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കുക. ആ ശ്വാസം അതിനെ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. എത്രത്തോളം മനോഹരമായിട്ട് സന്തോഷമായിട്ട് ആ ശ്വാസത്തെ ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഫീലോട് കൂടി ശ്വാസത്തെ ശ്വസിക്കുക. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പ്രപഞ്ചനാഥന്റെ ആ ഒരു എനർജി, അനുഗ്രഹങ്ങൾ എന്നിലേക്ക് നിറവാകുന്നു എന്ന ഫീലോട് കൂടി ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. ആ ശ്വാസത്തിലൂടെ എൻ്റെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കുന്നത് ഫീൽ ചെയ്യുക. ആ ശ്വാസം ഉള്ളിലേക്ക് എത്തുന്നതും ശ്വാസകോശത്തിലേക്ക് എത്തുന്നതും അത് രക്തത്തിലൂടെ അതിൽ നിന്നും വേണ്ടത് എല്ലാ കാര്യങ്ങളും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുന്നതും ഓരോ കോശങ്ങളും ആ ശ്വാസത്തെ സ്വീകരിക്കുന്നതും
ശരീരത്തിലെ ഓരോ കോശങ്ങളും അവയവങ്ങളും ആ ശ്വാസത്തെ സ്വീകരിച്ച് അതിന്റെ സന്തോഷം അനുഭവിച്ചറിയുന്നതും ഫീൽ ചെയ്യുക. അതോടൊപ്പം ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കറുത്ത പുള്ളികളായി നമ്മുടെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്ന ചിന്തകള്, വേദനകള്, ബുദ്ധിമുട്ടുകള്, അവഗണിക്കല്, അങ്ങനെ എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളാണോ അതെല്ലാം പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. ഈ ശ്വാസത്തിലൂടെ ഈ പ്രപഞ്ചവുമായി ഞാനൊരു കണക്ഷൻ എത്തിക്കുന്നത് ഫീൽ ചെയ്യുക. ശ്വാസത്തിലൂടെ ഓക്സിജനെ അകത്തേക്ക് എടുക്കുകയും എൻ്റെ ഉള്ളിൽ നിന്നും വേണ്ടാത്തതായ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ആ കാർബൺ ഡയോക്സൈഡ് സസ്യലതാദികളുടെ ജീവിതത്തിന് വേണ്ട, ജീവന് വേണ്ട ആവശ്യമായ മൂലകമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ഈ ഒരു നിമിഷം ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ശ്വാസത്തിലൂടെ ആ ഒരു ആരോഗ്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണമായ ആരോഗ്യം മനസ്സിലേക്ക് കാണുക. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും മനസ്സിൽ കാണുക. ആ ഓരോ ഭാഗങ്ങളും എത്രത്തോളം ആരോഗ്യത്തോടെ, സൗന്ദര്യത്തോടെ, ബലത്തോടെ ഇരിക്കുന്നത് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും പ്രപഞ്ചനാഥന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് ഫീൽ ചെയ്യുക. നാം അറിഞ്ഞുകൊണ്ട് നമ്മളിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികളെ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ആ ശരീരത്തിനോട് നാം ചെയ്തിട്ടുള്ള ഓരോ അവയവങ്ങളോടും നമ്മൾ ചെയ്തിട്ടുള്ള മോശമായ പ്രവൃത്തികളാവാം, പലപ്പോഴും അവഗണിച്ചതാവാം, അതിനെ കെയർ ചെയ്യാത്തതാവാം, അങ്ങനെ എന്തുമായിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ശരീരത്തിനോട്, ശരീരത്തിലെ ഓരോ അവയവങ്ങളോട് ക്ഷമ ചോദിക്കുക. പൂർണ്ണമായും ക്ഷമ ചോദിക്കുക. I am sorry. Please forgive me. I love you. I thank you. I am sorry. Please forgive me. I love you. I thank you. ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ ശരീരത്തിന്റെ മൂല്യത്തെ തിരിച്ചറിയുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ മൂല്യത്തെ തിരിച്ചറിയുകയും ഞാൻ എൻ്റെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെ ഞാൻ അംഗീകരിക്കുകയും അതിനെ സൃഷ്ടിച്ച, ഒരു ശരീരത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയുകയും ആ സൃഷ്ടാവിന്റെ തീരുമാനത്തിലൂടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമെന്ന വിശ്വാസത്തിലൂടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, എൻ്റെ മനസ്സിനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ സോളിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലൂടെ ഞാൻ എൻ്റെ പ്രപഞ്ചനാഥനെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലൂടെ എൻ്റെ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം നൽകിയതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധങ്ങളെല്ലാം എത്രത്തോളം മികച്ചതായിരുന്നു എന്നൊന്ന് ഫീൽ ചെയ്യുക. നമ്മളിലുണ്ടായ എല്ലാ ബന്ധങ്ങളെയും ഇഷ്ടത്തോടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിന് നന്ദി പറയുക. അതിൽ നമ്മുടെ പേരൻസ് ഉണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മുടെ ഗുരുക്കന്മാരുണ്ട്, ലൈഫ് പാർട്ട്ണർ ഉണ്ട്, മക്കളുണ്ട്, അതിലൂടെ വന്ന റിലേറ്റീവ്സ് ഉണ്ട്, നാം ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള മനുഷ്യരുണ്ട്, നാം ജോലി ചെയ്യുന്നിടത്തുള്ള സഹപ്രവർത്തകര്,
മേലധികാരികൾ, ഇവരെല്ലാവരും ഉണ്ട്. ഇതൊക്കെയും ഓരോ തരത്തിലുള്ള ഓരോ ബന്ധങ്ങളാണ്. ഈ ഓരോ ബന്ധങ്ങളെയും നമുക്ക് നൽകിയതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുക. ഞാൻ എന്നെ എത്രത്തോളം മൂല്യത്തോടെ വാല്യൂ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം വാല്യൂ ആയിട്ട് ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളെയും കണക്കാക്കുന്നുണ്ട്. ഓരോ ബന്ധങ്ങളും എനിക്ക് ശ്രേഷ്ഠമാണ്. ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റെതായ വാല്യമുണ്ട്. ഉമ്മയ്ക്ക് ഉമ്മയും വാപ്പയ്ക്ക് വാപ്പയും വേണം, കൂടപ്പിറപ്പുകൾക്ക് കൂടപ്പിറപ്പുകൾ തന്നെ വേണം, കൂട്ടുകാർക്ക് കൂട്ടുകാർ തന്നെ വേണം, ഗൈഡ് ചെയ്യാൻ ഒരു ഗുരു ഉണ്ടാവണം, അതേപോലെ ലൈഫ് പാർട്ട്ണർക്ക് ലൈഫ് പാർട്ട്ണർ തന്നെ വേണം, മക്കൾക്ക് മക്കൾ തന്നെ വേണം. അങ്ങനെ ഓരോ ബന്ധങ്ങളും നമുക്ക് വിലപ്പെട്ടതാണെന്നൊന്ന് തിരിച്ചറിയുക. ആ ബന്ധങ്ങൾക്കെല്ലാം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരിക്കൽ കൂടി താങ്ക് യു പറയുക. അതേപോലെ തന്നെ നാം നമ്മുടെ ബന്ധങ്ങളിൽ നമ്മളിൽ നിന്നും പറ്റിയിട്ടുള്ള ഓരോ തെറ്റുകൾക്കും മോശമായ വാക്കുകൾക്കും മോശമായ പ്രവൃത്തികൾക്കും മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുക. ആദ്യം നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുക. അതോടൊപ്പം ആ ബന്ധങ്ങളിലുള്ള മറ്റു വ്യക്തികൾക്ക് ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ അവരോടും ക്ഷമ ചോദിക്കുക. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുക. ഫീൽ ചെയ്യുക ഒരു ഫൊർഗീവ്നെസ് നമ്മളിൽ നിന്നും മഞ്ഞുരുകുന്നത് പോലെ ഉരുകി തീരുന്നത് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നാം നമ്മുടെ സമ്പത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ശ്വാസത്തിലൂടെ നമുക്ക് വേണ്ടുന്ന സമ്പത്ത് എത്രയാണോ അത് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പ്രപഞ്ചനാഥൻ നൽകിയിട്ടുള്ളത് ഫീൽ ചെയ്ത് ആ സമ്പത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ സമ്പത്തിലൂടെ ഈ ഒരു ജീവിതത്തിൽ എത്രത്തോളം അനുഭവയോഗ്യമാക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം അനുഭവയോഗ്യമാക്കുക. അത് നമ്മളിൽ ഫീൽ ചെയ്യുക. എത്രത്തോളം നമ്മൾക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫീൽ ചെയ്യുക. ആ സമ്പത്തിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നാം മനസ്സിലാക്കുക, ഫീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ സമ്പത്തിനെ നാം എത്രത്തോളം കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ അത് മനസ്സിൽ ഫീൽ ചെയ്ത് ആ കുറ്റപ്പെടുത്തലുകൾക്ക് ക്ഷമ ചോദിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും എനിക്ക് സമ്പത്ത് നിർബന്ധമാണ്. അതറിഞ്ഞിട്ടും ഞാൻ എൻ്റെ സമ്പത്തിനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമ്പത്തിനോട് അല്ലെ നമ്മൾക്ക് നൽകിയ ആ സമ്പത്തെന്ന അനുഗ്രഹത്തിനോട് അതറിയാതെ ഞാൻ അതിനെ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമ ചോദിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ആ സമ്പത്ത് കൊണ്ട്. നമ്മൾ അണിയുന്ന വസ്ത്രങ്ങൾ, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്ന വീട്, അതിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും, അങ്ങനെ ഈ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ സമ്പത്ത് നൽകിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് നന്ദി പറയുകയും അതിനെ കുറ്റപ്പെടുത്തിയതിന് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ ഫൊർഗീവ് ചെയ്യുകയും വേണം. ക്ഷമ ചോദിക്കുക, നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുക. ഇത്രയും സമ്പത്ത് എനിക്കുണ്ടായിട്ടും ഞാൻ അതറിയാതെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സമ്പത്തില്ല, അല്ല എനിക്കൊന്നും നേടാൻ കഴിയുന്നില്ല, അല്ല എനിക്ക് നല്ല വസ്ത്രങ്ങളില്ല, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതിന് നമ്മളോട് ക്ഷമ ചോദിക്കുക. സ്വന്തത്തിനോട് ക്ഷമ ചോദിക്കുക. അതോടൊപ്പം നമുക്ക് സമ്പത്തുണ്ടായിട്ടും അതിനെ അവഗണിച്ച പല മുഹൂർത്തങ്ങളെ അല്ലെങ്കിൽ അവസരങ്ങളെ അങ്ങനെ ചെയ്തതിന് നാം ക്ഷമ ചോദിക്കുക.
ഇപ്പൊ നമ്മുടെ മനസ്സിനുണ്ടായിട്ടുള്ള ഒരു ഫീലിങ്സിനെ കുറിച്ച് ഒന്ന് തിരിച്ചറിയുക. ആരോഗ്യം, സമ്പത്ത്, നല്ല ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് നല്ല ഫീലിനെ കൊണ്ടുവരിക. ഇതെല്ലാം നമുക്ക് ലഭിച്ച ഒരു ഫീലോട് കൂടി മനസ്സിൽ സന്തോഷത്തെ നിറയ്ക്കുക. അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. പൂർണ്ണമായ ആരോഗ്യം, എനിക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത്, എനിക്ക് ലഭിച്ചിട്ടുള്ള നല്ല ബന്ധങ്ങൾ, അതിൽ ഞാൻ ജീവിക്കുന്ന സന്തോഷകരമായ ജീവിതം, അതിലെനിക്ക് വേണ്ടതെല്ലാം ലഭിച്ചതിലുള്ള സമാധാനം, ആ ഒരു ആനന്ദം ഉള്ളിൽ നുകരുക, ഫീൽ ചെയ്യുക. അതിലൂടെ ഹംദ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. യെസ്, I am blessed. Yes, I am blessed. I am so happy with the blessed and grateful. I am so happy with the healthy and wealthy. സ്വന്തത്തിനെ തന്നെ ഒന്ന് പതിയെ ഒന്ന് ഹഗ് ചെയ്യുക. ഇത്രത്തോളം എന്നിൽ ഉണ്ടായിരുന്നല്ലേ. യെസ്, ഐ ആം പ്രൗഡ് ഓഫ് മീ. ഞാൻ എന്നെ ഓർത്ത് ഞാൻ പ്രൗഡാകുന്നുണ്ട്. ഒന്ന് ഫീൽ ചെയ്യുക. സ്വന്തത്തിനെ ഒന്ന് പതിയെ തഴുകി തലോടി കൊടുക്കുക. ഞാൻ കൂടെ ഉണ്ട് എല്ലാത്തിനും എന്നൊന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുക, നന്നായി പുഞ്ചിരിക്കുക. അതോടൊപ്പം കൈകൾ റബ്ബ് ചെയ്ത് പതിയെ ആ കൈകളിലായ ഒരു എനർജി, ആ പുഞ്ചിരിയുടെ എനർജിയായ കൈകളിൽ നമ്മളൊന്ന് ഫീൽ ചെയ്തിട്ട് ആ കൈകൾ കൊണ്ട് മുഖമൊന്ന് തലോടി കൊടുത്ത് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണുകൾ തുറക്കുക. എത്രത്തോളം മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം മാറി എന്നുള്ളവരൊന്ന് വേഗം ചാറ്റ് ബോക്സിൽ വന്നിട്ടെ ഒന്ന് നോക്കട്ടെ എത്ര പേർക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും പറയുക. നമുക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന അവസരം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ഞാൻ ചാറ്റ് ബോക്സിൽ എന്തിട്ടിട്ടുണ്ട്, ഒരു ഫോർഗീവ്നെസ്സിന്റെ കോഴ്സിന്റെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിലൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ആ കോഴ്സിനെ കുറിച്ച് കമ്പൽ ചെയ്ത് പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫോർഗീവ്നെസ്സിന്റെ ക്ലാസ് എടുത്തത് ആ കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. എന്താണ്, ഈ ഒരു മാസത്തിന്റെ, ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് ഫോർഗീവ്നെസ്സിന്റെ ഒരു ക്ലാസ് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കൊടുക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നിയത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും നേരം എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സംസാരിക്കാൻ അവസരമുണ്ട്, താല്പര്യമുള്ളവരൊന്ന് സംസാരിക്കുക. മെഡിറ്റേഷൻ എങ്ങനെ ഫീൽ ചെയ്തു? നമുക്ക് തോന്നുന്ന ഫീല് അത് നമ്മുടെ വോയിസിലൂടെ കേൾക്കുമ്പോൾ എന്ത് രസാന്നറിയോ? അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് എന്തായിരിക്കും ചെയ്യാന്നറിയോ? അത് വീണ്ടും കേട്ടിട്ട് അതിനെ അവിടെ വീണ്ടും എന്താക്കുന്നുണ്ട്? സെറ്റ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനായിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വോയിസിൽ പറയൂ എന്ന് പറയുന്നത്. നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, നല്ല ഫീലോട് കൂടി ചെയ്യാൻ പറ്റി. ഞാൻ വീഡിയോയിൽ പിന്നെ വരും കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇത്രയൊരു സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിന്. ഞാൻ 1 മണിക്കൂർ കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചു. താങ്ക് യു മാം, താങ്ക് യു. സാവിത്രി മാമിനെയൊക്കെ കണ്ടിട്ട് കുറെ ആയിട്ടുണ്ട്. നല്ല ഫീൽ ചെയ്തോട്ടാ എനിക്ക്. നല്ല മെഡിറ്റേഷൻ, നല്ല ഫീൽ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.